കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. യൂറിയ കിട്ടാനില്ലാത്തതിനാൽ നെൽകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. അപ്പർ കുട്ടനാടൻ മേഖലയിലടക്കം നെൽകർഷകർ വലയുകയാണ്. മാസങ്ങളായി യൂറിയ കിട്ടാനില്ലെന്നാണ് കർഷകർ പറയുന്നത്. യൂറിയ കിട്ടാത്ത മൂലം മിശ്രിത വളങ്ങളാണ് കർഷകർ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇതിന് 3 ഇരട്ടിയോളം വില നൽകണം. എന്നാൽ യൂറിയ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം കിട്ടുന്നില്ലെന്നും കർഷകർ പറയുന്നു. നടയിൽ കഴിഞ്ഞ 1 മാസത്തിനകവും കതിർ വരുന്നതിന് മുമ്പായിട്ടും നൽകേണ്ട വളങ്ങളിൽ പ്രധാനമാണ് യൂറിയ. യഥാസമയത്തുള്ള വളപ്രയോഗമാണ് നെൽകൃഷിക്ക് പ്രധാനം. 50 കിലോ യൂറിയയ്ക്ക് ശരാശരി 300 രൂപ വരെയാണ് വില. അതേസമയം മിശ്രിത വളത്തിന് 1500 രൂപയോളം ചെലവ് വരും. ഒരേക്കർ സ്ഥലത്ത് കൃഷിയിറക്കാൻ ഏതാണ്ട് 20,000 രൂപ ചെലവുണ്ട്. യൂറിയ കിട്ടാതായതോടെ കൃഷി ചെലവ് കുതിച്ചുയർന്ന സ്ഥിതിയാണ്. ഓരോ സീസണിലെയും കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാനങ്ങൾക്ക് വളങ്ങൾ അനുവദിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സബ്സിഡി നിരക്കിലാണ് വളം കർഷകർക്ക് നൽകുന്നത്. കാർഷിക ആവശ്യത്തിന് നൽകുന്ന വളങ്ങൾ കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ പോസ്റ്റ് ഓഫ് സെയിൽ യന്ത്രത്തിൽ രേഖപ്പെടുത്തിയാണ് വിതരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വില കുതിച്ചുയർന്നിട്ടും ആവശ്യത്തിനുള്ള അടയ്ക്ക വിപണിയിൽ ലഭ്യമല്ലെന്ന് ആക്ഷേപം. കൃഷിയിലെ വ്യാപകമായ രോഗബാധയാണ് വിപണിയിൽ അടയ്ക്കയുടെ ലഭ്യത കുറയാൻ കാരണം. നാട്ടിൻപുറങ്ങളിൽ നിന്ന് അടയ്ക്കയും കമുകും അപ്രത്യക്ഷമാവുകയാണ്. വില കുതിച്ചുയർന്നിട്ടും വിപണിയിൽ ലഭ്യത കുറവാണ്. കൃഷിയിൽ വ്യാപകമായ രോഗബാധയാണ് പ്രധാന കാരണം. കേരളത്തിൽ മുറുക്കാനായി ഉപയോഗിക്കുന്ന അടയ്ക്ക ഇന്ന് പ്രധാനമായും ഉത്തരേന്ത്യൻ വിപണികളിലേക്കാണ് പോകുന്നത്. പാൻ മസാലയിലും പാക്ക് ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന ഈ വിളയ്ക്ക് നിലവിൽ വലിയ ഡിമാൻഡാണ്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലൈസൻസുകൾ അടയ്ക്ക കേരളത്തിൽ നിന്ന് ശേഖരിച്ച് ഉത്തരേന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നത് പതിവാണ്. ഗുണമേന്മ ഉയർന്നതിനാലാണ് കേരളത്തിലെ അടയ്ക്കയ്ക്ക് കൂടുതൽ വില ലഭിക്കുന്നത്. നിലവിൽ കൊട്ടയടയ്ക്കയുടെ വില കിലോഗ്രാമിന് 300 മുതൽ 350 രൂപ വരെയാണ്. ഒറ്റപ്പാക്കിന് 3 രൂപ വരെ വില ചെന്നെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഗ്രാമീണ ജനതയുടെ പ്രധാന വരുമാന മാർഗമായിരുന്ന കമുക് ഇന്ന് നിർഭാഗ്യവശാൽ പിന്നോട്ടു പോവുകയാണ്. ഉപ ഉൽപ്പന്നങ്ങളായ പാള, മുറം തുടങ്ങിയവയുടെ ആവശ്യകതയും ഇല്ലാതെയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളുത്തുള്ളിക്കും സവോളയ്ക്കും വൻ വിലയിടിവ്. അപ്രതീക്ഷിതമായുണ്ടായ വിലയിടിവ് കർഷകരെ പ്രതിസന്ധിയിലാക്കി. കിലോയ്ക്ക് 180 രൂപയ്ക്കാണ് വെളുത്തുള്ളി ഇപ്പോൾ വിപണനം നടക്കുന്നത്. ചുരുങ്ങിയത് 300 രൂപ കിട്ടിയില്ലെങ്കിൽ കൃഷി നഷ്ടമാകുന്ന സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. സാധാരണ ഊട്ടി മേഖലയിൽ വിളയുന്ന വെളുത്തുള്ളിക്ക് പുറത്ത് വലിയ ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ എന്നും നല്ല വില കിട്ടുമായിരുന്നു. വിത്തും വളവും കൃഷിച്ചെലവും കണക്കിലെടുക്കുമ്പോൾ കിലോയ്ക്ക് ചുരുങ്ങിയത് 300 രൂപയെങ്കിലും കിട്ടണമെന്ന് കർഷകർ പറഞ്ഞു. എന്നാൽ മേട്ടുപ്പാളയം മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തെ വില 180 രൂപയാണ്. വിലയിടിവ് മൂലം കർഷകർ നിരാശരാണ്. ഊട്ടി, കോത്തഗിരി മേഖലകളിലാണ് വെളുത്തുള്ളി വ്യാപകമായി കൃഷി ചെയ്യുന്നത്. കൂടുതലും കോത്തഗിരിയിലാണ്. വൻതുക മുടക്കിയാണ് പലരും കൃഷി ഇറക്കിയത്. നല്ല വില കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ ആവശ്യക്കാർ കുറഞ്ഞതോടെ വില കുത്തനെ കുറയാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം ഇതേ സമയം സവാള കിലോയ്ക്ക് 50 രൂപയായിരുന്നു വില. ഇത്തവണ മികച്ച ഇനത്തിന് പോലും 20 രൂപയാണ് വില. സീസൺ അല്ലാഞ്ഞിട്ടും സവാള വില കുത്തനെ ഇടിയുന്നത് അസാധാരണമാണ്. കഴിഞ്ഞ ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സംഭരിച്ച സവാള കൂട്ടത്തോടെ വിപണിയിലിറക്കിയതാണ് വിലയിടിയാൻ കാരണമെന്ന് വ്യാപാരികളും പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.